എന്തുകൊണ്ടാണ് ഈമാൻ നഷ്ടപ്പെടുന്നത്? പല തെറ്റുകുറ്റങ്ങളും അതിന് കാരണമായി കിതാബുകളിൽ കാണാം. അതിലൊന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത്. ഭാര്യൻ്റെ ഉമ്മയെ നമ്മൾ വേദനിപ്പിക്കരുത്. അവരോടും നമുക്ക് കടപ്പാടുകളുണ്ട്. സ്വന്തം മാതാപിതാക്കളോട് പിന്നെ പറയാനില്ല. ഒരു നിലക്കും നമ്മൾ അവരെ പ്രയാസപ്പെടുത്തരുത്. മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മുടെ കൂട്ടുകാരിൽ ഒരാളും അവൻ്റെ ഉമ്മയെ വേദനിപ്പിക്കുന്ന ആളാവരുത്. അത് നമ്മുടെ കൂട്ടുകാർ നന്നാവണം എന്ന കൺസെപ്റ്റ് മാത്രമല്ല, നമ്മുടെ സ്വന്തം മാതാപിതാക്കളോടുള്ള കടപ്പാടിൻ്റെ ഭാഗമാണ് നമ്മൾ നമ്മുടെ ഉപ്പാനോടും ഉമ്മാനോടും നല്ല നിലക്ക് നിൽക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ പോലും ഉപ്പാനോടും ഉമ്മാനോടും തെറ്റി നിൽക്കുന്ന ആളുണ്ടാവാൻ പാടില്ല. ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഉണ്ടാവരുത്. ഉപ്പയെ സുഹൃത്തുക്കളെക്കാൾ പരിഗണിക്കണില്ല അവൻ. സുഹൃത്തുക്കൾക്കാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പരിഗണന, സുഹൃത്തുക്കൾക്കാണ്, ഉപ്പക്കല്ല. ഉപ്പാനെ വില വെക്കാത്തവനാണ് അവൻ. നമ്മുടെ കൂട്ടുകാരനാവാൻ പറ്റൂല. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും. എന്താ സംശയം? ഞാൻ എൻ്റെ ഉപ്പാനുമാനും മര്യാദയ്ക്ക് നോക്കിയാൽ പോരെ, എൻ്റെ സുഹൃത്തുക്കൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളാവരുത് എന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം, ഏത് തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും അവൻ്റെ കൂടെ നമ്മൾ കൂട്ടുകൂടുമ്പോൾ രണ്ടിലൊന്ന് സംഭവിക്കും. ഒന്നുകിൽ ആ തെറ്റ് നമ്മൾ വേഗം ചെയ്യും. ചന്ദനം ചാരിയാൽ നമുക്കറിയാലോ. അല്ലെങ്കിൽ ആ തെറ്റ് നമ്മൾ ചെയ്യില്ലെങ്കിലും ആ തെറ്റിനോടുള്ള ഗൗരവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂട്ടുകാരനെങ്കിൽ നമ്മളും കുറച്ച് രസിച്ചാലോ എന്ന് വിചാരിക്കും. ഇനി കുറച്ച് സ്ട്രോങ്ലി നമ്മൾ നിൽക്കണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കൽ എന്നങ്ങനെ വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന മദ്ഹബിലേക്കെങ്കിലും അയാൾ എത്തിച്ചേരും. അതാണ് പ്രശ്നം. ഇമാം ഗസാലി റഹ്മഹുല്ലാ അത് സൂചിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഈമാൻ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആഖിബത്ത് മോശമായി മരിക്കാനുള്ള സാധ്യതയേറുന്ന ചില തെറ്റുകുറ്റങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു പോരണം. അതിലൊന്നാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കൽ.